കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോട് ദൈവാസികത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 24-ാമത് വാക്യം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്കറിയാം, മോശയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവ കൽപ്പന കൈമാറുന്നതിനോട് ബന്ധപ്പെട്ട് പറയുന്ന അനുഗ്രഹീതമായ വാചകങ്ങളാണ് നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. മോശയോടും ഇസ്രായേൽ ജനത്തോടുമായി ദൈവം പറയുന്ന ഒരു ഉടമ്പടി എന്തുവാണ് പറയുന്നത്? ഞാൻ ജാതികളെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. അപ്പൊ അതിർത്തികൾ വിശാലമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ജാതികൾ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടി മാറേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ മുൻപിൽ വരേണ്ടിയ വിശാലതകൾ, നമ്മുടെ മുൻപിൽ വരേണ്ടിയ നന്മകൾ, അനുഗ്രഹങ്ങൾ, അത് നമ്മളെ വിട്ട് മാറിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ജാതികളുടെ ശക്തിയാണ്. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ, പുതിയ നിയമ കോൺസെപ്റ്റ് അനുസരിച്ച് പറഞ്ഞാൽ, അദൃശ്യ ശക്തികളുടെ വ്യാപാരം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ നന്മകളെ തടുത്ത ജാതികൾ അക്ഷരീക തലത്തിലുണ്ടായിരുന്നു. ഹിബ്യരോ, പെരിസരോ, യബൂസിയരോ, സ്തോത്രം, അതുപോലെ മിസ്രൈം ജാതി, അതുപോലെ ഫെലിസ്തീയ മണ്ഡലങ്ങൾ, ഇങ്ങനെ പല തരത്തിലുള്ള ജാതികൾ, 7 മഹാജാതികളെ കുറിച്ച് പറയുന്നുണ്ട്. അത് കൂടാതെയുള്ള പല ജാതികളും ഇസ്രായേൽ ജനത്തിൻ്റെ അതിർത്തികളെ സ്തോത്രം അവകാശം പറഞ്ഞു വെച്ചതായിട്ടൊക്കെ നമ്മൾ വായിക്കപ്പെടുന്നു. അതെല്ലാം ദൈവം ഇസ്രായേലിന് നന്മയായിട്ടും അവകാശമായി കൊടുത്തു എന്നുള്ളതും പിന്നത്തെ നടക്കുന്ന അത്ഭുതങ്ങളും ദൈവപ്രവർത്തികളും ഒക്കെയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തലങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ട വിശാലതകൾ, അത് ഏത് മേഖലയാകും, ഒരുപക്ഷെ സാമ്പത്തിക തലങ്ങളിലോ, ആത്മീക മേഖലകളിലോ, സഭാതലങ്ങളിലോ, ശുശ്രൂഷ മണ്ഡലങ്ങളിലോ, വാഗ്ദത്വ മേഖലകളിലോ, സ്തോത്രം ഒക്കെ നമുക്ക് വരേണ്ടിയ ചില വിശാലതകളുണ്ട്, അല്ലേ? ആ വിശാലതകൾ പലപ്പോഴും തടുത്തു വയ്ക്കുന്നത് ചില പൈശാചിക വ്യാപാരങ്ങളാണ്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക: ദൈവം അതിനെയൊക്കെ ഓടിച്ചു കളയുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ മുൻപിൽ പിശാചിനാലോ മനുഷ്യനാലോ ഒരുക്കപ്പെട്ടിരിക്കുന്ന ചില അതിർത്തികൾ, സ്തോത്രം, ചില അതിർവരമ്പുകളെ തകർക്കുവാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതാണ് ഈ വാക്യം പറയുന്നത്. ഞാൻ നിന്റെ മുമ്പിലുള്ള ജാതികളെ ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ ഞാൻ എന്ത് ചെയ്യും? വിശാലമാക്കുവാൻ തക്കവണ്ണം ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അത് സ്തോത്രം, നമ്മുടെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവം ആരാണ്? അവൻ യബേസിന്റെ ദൈവമാണ്. എന്താ യബേസിന്റെ ജീവിതത്തിൽ നടന്ന പ്രത്യേകത? അവന്റെ ജീവിതത്തിൽ അതിനെ അതിർത്തിയിട്ട് അവന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളെ തടഞ്ഞു വെച്ച ഇരുട്ടിന്റെ ശക്തികളുണ്ടായിരുന്നു. അതിൻ്റെ മേൽ ജയം നൽകുവാൻ അത് ദൈവത്തിന് സാധ്യമായെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ, നിങ്ങളുടെ ഭൗതിക മേഖലകളിൽ, നിങ്ങളുടെ വാഗ്ദത്ത മേഖലകളിലൊക്കെ വിശാലതകൾ, അതിർത്തികളെ പൊളിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. പ്രത്യേകിച്ച് ചില അതിർത്തികൾക്കകത്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ, വാഗ്ദത്വങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ, നന്മകളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ തടുത്തു വയ്ക്കുന്ന ഇരുട്ടിൻ്റെ സകല ആധിപത്യ മേഖലകളിൽ ദൈവം അവിടെ നിന്ന് അഴിച്ചുകൊണ്ട് യഹോവയുടെ മഹത്വം ഇന്ന് പ്രഭാതത്തിൽ പിന്നെയും വെളിപ്പെട്ടു വരുവാൻ സ്വർഗമേ അവിടെ നിന്ന് കൃപ ചെയ്ത് രക്ഷിക്കേണ്ടതിനാണ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയും കൃപയും മഹത്വവും സാന്നിധ്യവും ദൈവപ്രവൃത്തികളും കണ്ട് സന്തോഷിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടവരുത്തുവാനാകണമേ കർത്താവ്. സമസ്ത മേഖലകളിൽ തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.